പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ തൻ്റെ തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അച്ചുവും രുക്കുവും. മറ്റാരെങ്കിലും അറിയുന്നതിന് മുൻപ് തന്നെ വിവാഹം കഴിക്കണം. വീട്ടുകാരറിഞ്ഞാൽ സമ്മതിക്കുകയില്ല, അത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് അമ്പലത്തിൽ വെച്ച് വിവാഹിതരാകണം. ഇതോടെ അർച്ചനയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അച്ചു. പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് ചേച്ചി. അനുഗ്രഹം വേണം. അതിനെന്താ എന്ന് പറഞ്ഞ് അനുഗ്രഹം നൽകുന്ന അർച്ചന. പക്ഷേ എന്തിനാണ് ഇപ്പോൾ അങ്ങനെയൊരു ചോദ്യം അവൻ ചോദിച്ചത് എന്നതിനു മുന്നിൽ പകച്ചു നിൽക്കുന്നു. ഇതേ സമയം ഈ കാര്യം അറിയുകയാണ് ചന്ദ്രലേഖ. മാത്രവുമല്ല, ഇപ്പോൾ തൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിനായി രുക്കുവും വന്നിരിക്കുന്നു. എന്തിനായിരിക്കും അത്? എന്തുകൊണ്ടായിരിക്കും അത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രലേഖ. മാത്രവുമല്ല, ഇതോടെ വീട്ടിലുള്ള എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് വിവാഹിതരാകാൻ പോവുകയാണോ അവർ എന്ന ചോദ്യം മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതോടെ ഞെട്ടിപ്പോകുന്ന ചന്ദ്രലേഖ രുക്കുവിനെ വീട്ടുതടങ്കലിലാക്കാനുള്ള ശ്രമവുമായി മുന്നിലേക്ക് എത്തുന്നു. നീ എവിടേക്കും തൽക്കാലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ചന്ദ്രലേഖ അവരുടെ പദ്ധതികൾ തകർത്ത് കളയുന്നത്. ഇതോടെ അച്ചു ആകെ ഞെട്ടിപ്പോവുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് അർച്ചന ഈ കാര്യങ്ങൾ അറിയാനിടയായതിനെ തുടർന്ന് അച്ചുവിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. രുക്കുവില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അർച്ചനയോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവൻ. ഇതോടെ അർച്ചന ഒടുവിൽ തൻ്റെ തീരുമാനം മാറ്റിക്കൊണ്ട് രുക്കുവിനെയും അച്ചുവിനെയും ഒന്നിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. Do like, share and subscribe.